നമസ്കാരം. പാർട്ടിക്ക് വഴങ്ങാതെ നിൽക്കുന്ന നേതാവാണ് ശശി തരൂർ. പലപ്പോഴും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും പ്രവൃത്തികളും തരൂരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുമുണ്ട്. തരൂർ ബുദ്ധിമാനാണ് എന്നുള്ളത് എടുത്തു പറയാതെ വയ്യ. അതോടൊപ്പം തന്നെ അധികാരമോഹിയുമാണ്. കഴിഞ്ഞ 4 തവണയായി തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിയുമാണ് തരൂർ. തുടർച്ചയായി 4 തവണ എംപി ആയത് തരൂരിന്റെ മിടുക്ക് കൊണ്ടാണെന്ന് ആരും കരുതരുത്. വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് വികസനമല്ല വിഷയം, അവരുടെ വിഷയം രാഷ്ട്രീയമാണ്. അങ്ങനെ രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്തവരാണ് തരൂരിനെ 4ാം തവണയും ജയിപ്പിച്ചത്. വോട്ടെണ്ണി വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും തരൂരിനെ കാണാൻ കഴിയില്ല. പിന്നെ ഏതെങ്കിലും പരിപാടികളിൽ പങ്കെടുക്കാൻ വന്നാലായി, വന്നില്ലെങ്കിലായി. അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ കുറേ ദിവസം തുടർച്ചയായി വീണ്ടും കേരളത്തിലുണ്ടാകും. ഏതെങ്കിലും ചായക്കടയിൽ കയറി ചായയും എണ്ണപ്പലഹാരവും തിന്ന് ആ ചിത്രമെടുത്ത് പത്രത്തിലിടുന്നതോടെ തീരുന്നു തരൂരിൻ്റെ പ്രചാരണം. 4ാം തവണയും തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു പോയതിനു ശേഷം പിന്നെ തരൂരിനെ അധികം ആരും കണ്ടിട്ടില്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി തരൂർ പാർട്ടിയെ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുന്ന പല പ്രസ്താവനകളും നടത്തുന്നുണ്ട്. പക്ഷേ തരൂരിനെതിരെ നടപടിയെടുക്കാൻ ഹൈക്കമാൻഡോ KPCCയോ തയ്യാറായിട്ടുമില്ല. ഇതേക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് തരൂരിനോട് സംസാരിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകുകയാണ് നേതാക്കൾ ഇതുവരെ ചെയ്തിരുന്നത്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴും നിയന്ത്രണം പാലിക്കാൻ തരൂർ ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് മറ്റു രാജ്യങ്ങളോട് വിശദീകരിക്കാൻ പോകുന്ന സംഘത്തിൽ തരൂരിനെയും കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് കൊടുത്ത 4 പേരുകൾ വെട്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ തരൂരിനെ പരിഗണിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇന്നലെയും തരൂർ രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി ഉന്നം വെച്ചുകൊണ്ട് ഒരു പരാമർശം നടത്തി. രാജ്യം ഇത്തരമൊരു പ്രതിസന്ധി നേരിടുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് തരൂർ രാഹുലിനെ ലക്ഷ്യം വെച്ച് തുറന്നടിച്ചത്. ഇതിനിടയിൽ തരൂർ BJPയിലേക്ക് പോകുന്നു എന്നുള്ള പ്രചാരണം കഴിഞ്ഞ കുറച്ചു നാളുകളായി ശക്തമായിട്ട് തന്നെയുണ്ട്. എന്നാൽ ബുദ്ധിമാനായ തരൂർ തുടർച്ചയായി പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രതികരണങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് നേതൃത്വത്തെ പരമാവധി പ്രകോപിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ പാർട്ടി തന്നെ പുറത്താക്കും. അങ്ങനെ പുറത്താക്കിയാൽ BJPയിലേക്ക് ചേക്കേറാം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ടിക്കറ്റിൽ വേണമെങ്കിൽ കേരളത്തിൽ മത്സരിച്ചാൽ ഒരുപക്ഷെ വിജയിച്ചെന്നിരിക്കും. തരൂരിനെ പോലെ ഒരാളെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം BJPക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. പുറത്താക്കി എന്നുള്ള സഹതാപം വോട്ടാക്കി മാറ്റാമെന്നും തരൂർ കണക്ക് കൂട്ടുന്നുണ്ടാകാം. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJPയിലേക്ക് പോയാൽ ആ സഹതാപം കിട്ടില്ല. പക്ഷെ പുറത്താക്കപ്പെട്ടാൽ അത് ഗുണം ചെയ്യും. ഇനി അതുമല്ലെങ്കിൽ തരൂരിനെ പോലെ ഒരാൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള സ്ഥാനം കൊടുക്കാനും BJP തയ്യാറാകും. താൻ BJPയിലേക്ക് പോകില്ല എന്നാണ് ഇന്നലെയും തരൂർ തറപ്പിച്ചു പറഞ്ഞത്. അതുതന്നെ BJPയിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. മുമ്പ് പാർട്ടി മാറിയ പലരും പാർട്ടി മാറുന്നു എന്നുള്ള പ്രചാരണം ഉണ്ടായപ്പോൾ തന്നെ നിഷേധിച്ചവരാണ്. പക്ഷേ സമീപകാലത്ത് തന്നെ അവർ മറ്റൊരിടത്തേക്ക് ചേക്കേറിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധിമാനായ തരൂരിൻ്റെ ലക്ഷ്യം BJP ആണെന്ന് ഏറെക്കുറെ ഉറപ്പാണ്.